നമസ്കാരം. കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് ഒരു പുതിയ ലേബർ ബിൽ, ഒരു തൊഴിൽ നിയമം പാസാക്കി എടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഡ്രാഫ്റ്റ് റെഡിയാണെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഈ ബില്ല് നിയമമായാൽ 50 മുതൽ 75% വരെ കർണാടകത്തിലെ പ്രൈവറ്റ് സെക്ടർ ജോബ്സ് കർണാടകക്കാർക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്യപ്പെടും. അതായത് 75% കർണാടകത്തിലെ പ്രൈവറ്റ് ജോബ്സിലേക്കും മറ്റ് സംസ്ഥാനത്തിൽ നിന്നും ആർക്കും അപ്ലൈ ചെയ്യുവാൻ സാധിക്കില്ല. അവർക്കാർക്കും ആ ജോലി ലഭിക്കുകയുമില്ല. ഇത് പാലിക്കപ്പെടാത്ത കമ്പനികൾക്ക് ഗവൺമെന്റ് വലിയ പിഴ ചാർത്തുകയും ചെയ്യും. പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് കോൺഗ്രസ്സുകാരായതുകൊണ്ട് എനിക്കിതിലൊന്നും അത്ഭുതമില്ല. കാരണം ഏറ്റവും വിവേചനപരമായ ആർട്ടിക്കിൾ 370 കാശ്മീരിന് വേണ്ടി ഡ്രാഫ്റ്റ് ചെയ്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. സമൂഹത്തിനെ എല്ലാ രീതിയിലും വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കർണാടകത്തിൽ വരാൻ പോകുന്നത് ഏതാണ്ട് കാശ്മീരിൽ നിലനിന്നിരുന്ന ആർട്ടിക്കിൾ 370 ഒരു ചെറിയ രൂപമാണെന്ന് വേണമെങ്കിൽ കരുതാം. അതായത് ആർട്ടിക്കിൾ 370 കാശ്മീരിൽ നിലനിന്നിരുന്ന കാലത്ത് കാശ്മീരികൾക്കല്ലാതെ വെളിയിൽ നിന്നുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നുള്ള ഒരാൾക്കും അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല. കാശ്മീരികൾക്കല്ലാതെ കാശ്മീരിൽ വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. കാശ്മീരിന് പുറത്തു നിന്ന് ഒരാൾക്കും കാശ്മീരിൽ പ്രോപ്പർട്ടി വാങ്ങുവാൻ സാധിക്കുമായിരുന്നില്ല. ഒരു കാശ്മീരി സ്ത്രീ കാശ്മീരിന് പുറത്തുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചാൽ അവളുടെ കാശ്മീരിലെ പ്രോപ്പർട്ടി റൈറ്റ്സ് അത് പോകുമായിരുന്നു. ഇതായിരുന്നു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 സിറ്റുവേഷൻ. ആർട്ടിക്കിൾ 370 ഇന്നില്ല. ഈ കർണാടകത്തിൽ സിദ്ധരാമയ്യ ഗവൺമെന്റ് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ലേബർ ലോ ഏതാണ്ട് ഇതേ രീതിയിൽ വന്നു ഭവിക്കാവുന്ന, അല്ലെങ്കിൽ ദൂരവ്യാപകമായ മറ്റു പല ഭവിഷ്യത്തുകളിലേക്കും ചെന്നെത്താൻ സാധ്യതയുള്ള ഒരു ബില്ലാണ്. ഈ സമൂഹത്തെ ജാതി മത ഇപ്പോൾ തൊഴിലിന്റെയും അടിസ്ഥാനത്തിൽ വിഭജിച്ച് നിർത്തുവാനുള്ള കോൺഗ്രസ്സുകാർ നടത്തുന്ന ശ്രമങ്ങളുടെ ലേറ്റസ്റ്റ് എപ്പിസോഡായിട്ട് കണ്ടാൽ മതി ഈ കർണാടകത്തിലെ ലേബർ ലോയെ. ഹിന്ദു സമുദായത്തിലെ ജാതി ചിന്ത അവസാനിപ്പിക്കുവാൻ ജാതി സെൻസസ് നടത്തി എല്ലാ ദിവസവും ജാതി സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് ഇവര്. ഇനി ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ, ഈ ലേബർ നിയമം പ്രാബല്യത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഭാരതത്തിൽ എവിടെയും ജോലിയെടുത്ത് ജീവിക്കുക എന്നുള്ളത് ഒരു പൗരന്റെ അവകാശമാണ്. ഈ കർണാടക ഗവൺമെന്റ് മറ്റു സംസ്ഥാനത്തിൽ നിന്നും വരുന്ന ആൾക്കാരോട് കാട്ടുന്ന വിവേചനം മറ്റു സംസ്ഥാനത്തിലെ ഗവൺമെന്റിനും ചെയ്യാമല്ലോ. ഇപ്പൊ കർണാടകത്തിൽ നിന്നും ഇവിടെ ജോലി എടുക്കുന്ന ആൾക്കാർ ഇവിടെ വേണ്ട എന്ന് അവിടുത്തെ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും? എങ്ങനെയാണ് തടയുന്നത്? ഞാനൊക്കെ IT മേഖലയിൽ ജോലി എടുക്കുന്ന വ്യക്തിയാണ്. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്കിൽ അവൈലബിലിറ്റിയാണ്. ഒരു സിറ്റിയിലോ സ്റ്റേറ്റിലോ ഇന്ത്യ മുഴുവനും തെരഞ്ഞാലും ഈ ഇവോൾവിംഗ് ടെക്നോളജീസിന് പലപ്പോഴും നമുക്ക് ആളിനെ കിട്ടാറില്ല. അപ്പൊ അതുപോലുള്ള അവസരത്തിൽ ഇതുപോലുള്ള പിന്തിരിപ്പൻ നിയമങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് കമ്പനികൾ പതുക്കെ സ്റ്റേറ്റിന് വെളിയിലേക്ക് പറിച്ചു നടപ്പെടാൻ തുടങ്ങും. അതുമാത്രമല്ല, നിർമ്മാണ മേഖലയിൽ നിങ്ങൾ നോക്കിക്കേ, 90% ഒരുപക്ഷെ അതിലധികമോ അന്യസംസ്ഥാന തൊഴിലാളികളാണ് പണിയെടുക്കുന്നത്. അവരെല്ലാം പറഞ്ഞു വിട്ടിട്ട് കർണാടകക്കാരെ അവിടെ നിയമിക്കുമോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? പിന്നെ ഈ കോൺഗ്രസ്സുകാർ ഇതൊക്കെ ചെയ്യുന്നത് സ്നേഹത്തിന്റെ കട തുറന്നു വെച്ചോണ്ടാണെന്നുള്ള ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. അപ്പൊ കോൺഗ്രസ്സുകാരുടെ മണ്ടത്തരം എവിടം വരെ പോകും എന്ന് നമുക്ക് നോക്കാം. വരും ആഴ്ചകളിൽ നമുക്ക് വീണ്ടും അത് ചർച്ച ചെയ്യാം. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.